നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ സ്വന്തം അതിർത്തി അറിയില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞത് ശരിയാണ്. 1947 ഓഗസ്റ്റ് 17 റാഡ്ക്ലിഫ് ലൈൻ നിലവിൽ വന്നത്. ഓർക്കുക, 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വാതന്ത്ര്യം ലഭിച്ചു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ആ സമയത്തൊന്നും തന്നെ ഈ അതിർത്തി നിലവിലില്ലായിരുന്നു. നിങ്ങൾക്ക് ഈ അതിർത്തിയുടെ ചരിത്രം എന്താണെന്നറിയാം? റാഡ്ക്ലിഫ് ലൈനിന്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തൊരു വ്യക്തി, ഇന്ത്യയിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ലാത്തൊരു വ്യക്തി, അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് വെറും 5 ആഴ്ച കൊണ്ട് ഈ അതിർത്തി നിർണ്ണയിക്കാനുള്ള ചുമതല നൽകി. അദ്ദേഹം ഒരു ജോഗ്രഫിസ്റ്റ് അല്ല, ഭൂമിശാസ്ത്രപരമായിട്ട് ഒരു അറിവുകളും അദ്ദേഹത്തിനില്ല. അദ്ദേഹം വെറും ഒരു വക്കീലായിരുന്നു. മാത്രമല്ല, ഈ അതിർത്തി നിർണയ കമ്മിറ്റിയിലാകെ 5 അംഗങ്ങളായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. അതിലെ 2 പേരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോമിനേറ്റ് ചെയ്തു, 2 പേരെ മുസ്ലിം ലീഗ് നോമിനേറ്റ് ചെയ്തു. ഒരെണ്ണം സാക്ഷാൽ സിറിൽ റാഡ്ക്ലിഫ് ആണ്. ഈ സിറിൽ റാഡ്ക്ലിഫ് ആണ് അതിർത്തി നിർണയ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത്. അദ്ദേഹത്തിന് ഇന്ത്യയുടെ സംസ്കാരം അറിയത്തില്ല, ഇന്ത്യയുടെ പൈതൃകം അറിയത്തില്ല, ഇന്ത്യയിലെ സാഹോദര്യ ബന്ധങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ല. വെറും മതാടിസ്ഥാനത്തിൽ അദ്ദേഹം 2 രാജ്യങ്ങളെ വേർതിരിച്ചു. ഇന്നത് 3 രാജ്യങ്ങളായിട്ട് മാറി. 1 പാകിസ്ഥാൻ, 2 ഇന്ത്യ, 3 ബംഗ്ലാദേശ്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഈ അതിർത്തി നിർണയത്തിന്റെ പാളിച്ചകൾ മൂലം 1,40,00,000 ആൾക്കാരാണ് പലായനം ചെയ്തത്. 1,40,00,000 ആൾക്കാർ. ഒന്നാലോചിച്ച് നോക്കാം. 1947 1,40,00,000 ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു വലിയ സംഖ്യ തന്നെയാണ്. ഇന്ന് വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പലായനം. ഇന്നും ഈ അതിർത്തി അശാന്തമാണ്. അതിൽ ഒന്നാമത്തെ കാരണം തീർച്ചയായിട്ടും ഈ അതിർത്തി നിർണയത്തിലെ പാളിച്ചകൾ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം. മാത്രമല്ല, മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.